മൂന്ന് തരത്തിലുള്ള ജന്മങ്ങൾ. ആദ്യത്തെ ജന്മം പരിശുദ്ധമായ മാതാപിതാക്കളിലൂടെയാണ്. ഇതിനെ ശുക്ലത്തിലൂടെയുള്ള ജന്മം എന്ന് വിളിക്കുന്നു. ആധ്യാത്മിക ഗുരുവിൽ നിന്നുള്ള ദീക്ഷ സ്വീകരിക്കണമെന്ന് രണ്ടാം ജന്മം. ഈ ജന്മത്തെ സ്ഥാവിത്രം എന്ന് വിളിക്കുന്നു. വിഷ്ണു ഭഗവാനെ ആരാധിക്കുവാൻ അവസരം നൽകപ്പെടുന്നതാണ് യാജ്ഞിക എന്ന് വിളിക്കപ്പെടുന്ന മൂന്നാമത്തെ ജന്മം. അത്തരം ജന്മങ്ങൾക്കുള്ള അവസരങ്ങൾ നേടിയാലും ഒരു ദേവന്റെ ആയുഷ്കാലം ലഭ്യമായാൽ പോലും ഒരുവൻ ഭഗവാന് വേണ്ടിയുള്ള ഭക്തിയുത സേവനത്തിൽ മുഴുകാത്ത പക്ഷം എല്ലാം ഉപയോഗശൂന്യമായി തീരും. അതുപോലെ ഒരുവന്റെ കർമ്മങ്ങൾ ഭൗതികമായാലും ആധ്യാത്മികമായാലും ഭഗവാന്റെ സംതൃപ്തിക്ക് ഉദ്ദേശിക്കപ്പെട്ടതല്ലെങ്കിൽ ഉപയോഗശൂന്യമത്രേ. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. നമ്മൾ ശില ഭൂപാദരുടെ ഭാവാർത്ഥത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് വിവർത്തനം വായിക്കുമ്പോൾ നമ്മൾ ആദ്യം പറയണം വിവർത്തനം ആവർത്തനത്തോടെ ശില പ്രഭുപാദയ്ക്ക് ചെയ്യും. കാര്യം പ്രഭുപാദരുടെ കൃപയാലാണ് ഈ ശ്ലോകങ്ങളുടെ ഭാഗവതത്തിലെ യഥാർത്ഥമായ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതിലെ ശരിക്കുമുള്ള എന്താണ് ആ ശ്ലോകം ഉദ്ദേശിക്കുന്നുള്ള ശരിക്കുമുള്ള അർത്ഥം ഭാവാർത്ഥത്തിലൂടെ ശിലപ്രഭുപാദർ മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. അതുകൊണ്ടാണ് ആ ട്രാൻസ്ലേഷൻ നോക്കൂ. 3 ജന്മങ്ങൾ എടുക്കണം. താഴോട്ട് വരികയാണ്. 3 ജന്മങ്ങൾ എടുക്കണം. ആ രണ്ടാമത്തെയും മൂന്നാമത്തെയും ജന്മം ആധ്യാത്മിക ജന്മമാണ്. ഇനി ആ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഒന്ന് എടുത്തു നോക്കണം. അത്തരം ജന്മങ്ങൾക്കുള്ള അവസരങ്ങൾ നേടിയാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജന്മത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പോലും ഒരു ഗുരുശിഷ്യ ബന്ധം ഉണ്ടായാൽ പോലും എങ്ങനെയാണെങ്കിൽ ആ ഒരു പ്രോസസ്സിങ് നടന്നു കഴിഞ്ഞാൽ പോലും ഒരു ദേവന്റെ ആവിഷ്കാരം ലഭ്യമായാൽ പോലും ഒരുവൻ ഭഗവാന് വേണ്ടിയുള്ള ഭക്തിയുത സേവനത്തിൽ ഇതൊക്കെ എടുത്തങ്ങ് പോയി ഡിഗ്രിയൊക്കെ വാങ്ങിച്ചു, പക്ഷെ അത് ഉപയോഗപ്പെടുത്താത്ത പക്ഷം ദീക്ഷ നമ്മൾ ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിൽ തന്നെ ഒരുപാട് പേര് അത്തരത്തിൽ കാണാൻ സാധിക്കും. ആദ്യമൊക്കെ വരും, വലിയ ഇമോഷനോടെ പെരുമാറും, വൈകാരികമായിട്ട് സ്പിരിച്വലി വൈകാരികമായിട്ട് പെരുമാറും, വളരെ ആക്റ്റീവായിരിക്കും കാര്യങ്ങളൊക്കെ. മന്ത്രദീക്ഷ ബ്രാഹ്മണ ദീക്ഷ അവരെടുക്കും. പിന്നെ പെട്ടെന്ന് ഇയാൾ ഡിസപ്പിയർ ആവും ആ സമൂഹത്തിൽ നിന്ന്. അങ്ങനെയൊക്കെ ഉള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഇവിടെ കൂടിയിരിക്കുന്നവർക്ക് കാണില്ല, പക്ഷേ ഞങ്ങൾ അവിടെ ഇരിക്കുന്നവർക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. പിന്നെ കാണില്ല. അപ്പം പോട്ടെ. അത് ഒരു അനുഭവം എന്ന് പറഞ്ഞാല് ഗുരുമഹാരാജ് ഇങ്ങനെ മാല പിടിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചപ്പോഴും എനിക്ക് ശരിക്കും അങ്ങ് ഫീൽ ചെയ്തു. എന്നിട്ട് ഞാൻ ഗുരുമഹാരാജ് ചോദിച്ചു, എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ഗുരുമഹാരാജ് പറഞ്ഞു, നീ എൻ്റെ കയ്യിൽ നിന്ന് മാല വലിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാൻ ഇങ്ങനെ ശക്തിയായിട്ട് പിടിച്ചു. വലിച്ചെടുക്കുന്നതിന്റെ അർത്ഥം എന്ന് പറയാൻ ഞാൻ നിനക്ക് തരുന്നു മന്ത്രദീക്ഷ, പക്ഷേ നീ നിന്റെ മനസ്സോടുകൂടി ഹൃദയത്തോടുകൂടി അത് വലിച്ചെടുക്കണമെന്ന് പറഞ്ഞു. അത്രയും ഫീലിംഗ് ആയി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇതൊക്കെ അനുഭവങ്ങളാണ്. അപ്പം ഒരു ദേവന്റെ ആയുഷ്കാലം ലഭ്യമായാൽ പോലും ഒരുവൻ ഭഗവാന് വേണ്ടിയുള്ള ഭക്തിയുത സേവനത്തിൽ മുഴുകാത്ത പക്ഷം. ഇതിനെക്കുറിച്ച് പ്രഥമ സ്കന്ധത്തിൽ നമുക്ക് ജസ്റ്റ് വായിക്കാൻ സാധിച്ചു, പഠിച്ചു. ഒരാളുടെ കർണപുടങ്ങൾ ഭഗവാന്റെ നാമം ശ്രവിക്കാൻ സാധിക്കാത്ത പക്ഷം ആ കർണപുടങ്ങൾ വെറും പാമ്പിൻ മാളങ്ങളെ പോലെയാണ്. അതുപോലെ ഒരുവന്റെ നാവ് ഭഗവാന്റെ നാമം ജപിക്കാൻ മന്ത്രം ഉരുവിടാൻ കഴിയാത്ത പക്ഷം അവന്റെ നാവ് തവളകൾ കരയുന്നത് പോലെ ആയിരിക്കുമെന്നെല്ലാം നമ്മൾ പ്രഥമ സ്കന്ധത്തിൽ പഠിച്ചു. അതെല്ലാം വീണ്ടും ഭഗവാൻ റിപ്പീറ്റ് ചെയ്യുകയാണ് 4ാമത്തെ സ്കന്ധത്തിൽ. ഈ ഭക്തിയുത സേവനത്തിൽ മുഴുകാത്ത പക്ഷം എല്ലാം ഉപയോഗശൂന്യമായി തീരും. അതുപോലെ ഒരുവന്റെ കർമ്മങ്ങൾ ഭൗതികമായാലും ആത്മീയമായാലും ശരി ഭഗവാന്റെ സംതൃപ്തിക്ക് ഉദ്ദേശിക്കപ്പെട്ടതല്ലെങ്കിൽ ഉപയോഗശൂന്യമത്രേ. അപ്പൊ നമ്മൾ ഭൗതികമായ സ്വത്ത് എത്രയ്ക്കോ നേടിയിട്ടുണ്ടെങ്കിലും ശ്രീമദ് ഭഗവത്ഗീതയൊരിടത്ത് പറയുന്നുണ്ട്, ഒരുവൻ ഭാഗവതത്തിൽ തന്നെ അവൻ സമ്പന്നനാകട്ടെ, അവൻ സൗന്ദര്യവാനാകട്ടെ, ലോക പ്രശസ്തനാകട്ടെ, എന്തു തന്നെയാണെങ്കിലും
അവൻ ഈ അനുഭവിക്കുന്ന പദവികളെല്ലാം ഭഗവാന്റെ കൃപ കൊണ്ടാണ് എന്ന് അവൻ ഓർമ്മിക്കാത്ത പക്ഷം ആ ജീവിതം പാഴ്മരങ്ങളായിട്ട് മാറും. ഒരു ഗുണവുമില്ല. ഇന്ന് ഒരുപാട് പേര് സമൂഹത്തിൽ അഹങ്കരിക്കുന്നുണ്ട്. എൻ്റെ സൗന്ദര്യം, എൻ്റെ പദവി, എൻ്റെ പണം, ആ സൗന്ദര്യത്തെ സമൂഹത്തിൽ വിറ്റ് കാശാക്കുന്നുമുണ്ട്. കൂടുതൽ പറയുന്നില്ല, എല്ലാം അറിയാമല്ല. ആ സൗന്ദര്യത്തെ വിറ്റ് കാശാക്കുന്നുണ്ട്. ഇതെല്ലാം മാംസം വിൽക്കുന്നതിന് തന്നെ തുല്യമാണ്. അപ്പം അത്തരം കർമ്മങ്ങളെല്ലാം ഉപയോഗശൂന്യമാകുകയും അത് പിന്നീട് നമുക്ക് അതിന് വില പറയേണ്ടി വരികയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുനരഭിജനനം, പുനരഭിമരണം. ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു. കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു. എപ്പോഴും ഓർമ്മിക്കേണ്ട ഹൃദയസ്പർശിയായ ഭാഗങ്ങളാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു. അത് ആഴ്ചയില്ല ബ്രോ, ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. കുമാരനാശാന്റെ വാസവദത്ത എന്ന ഭാഗം പറഞ്ഞിരുന്നില്ലേ? പറഞ്ഞു, വളരെ മുമ്പ് പറഞ്ഞതാണ്. വളരെ മുമ്പ് പറഞ്ഞതാണ്. സമയമായില്ല പോലും ക്ഷമയന്റെ ഹൃദയത്തിൽ ഒഴിഞ്ഞു തൂഴി. സമയമായില്ല പോലും ക്ഷമയന്റെ ഹൃദയത്തിൽ ഒഴിഞ്ഞു തൂഴി. ബുദ്ധന്റെ ശിഷ്യൻ ഉപഗുപ്തന്റെ അടുത്തേക്ക് വാസവദത്ത തൻ്റെ കൂട്ടുകാരിയെ വിടുകയാണ്. ഒരു നിമിഷം ആ ശരീരത്തെ കാംക്ഷിക്കുന്നു. അപ്പോഴും ഉപഗുപ്തൻ പറയും, സമയമായില്ല പോലും. അപ്പം അങ്ങനെ സമയമായിട്ടില്ല. അപ്പോൾ വീണ്ടും വാസവദത്തയ്ക്ക് ശരിക്കും വൈകാരികമായിട്ട് ദേഷ്യവും നിരാശയും ഒക്കെ വരും. അപ്പം വീണ്ടും ആ തോഴിയെടുത്ത് സംശയങ്ങളൊക്കെ ചോദിക്കുകയാണ്. മധുകൊണ്ടും മതി വന്ന ശലഭമുണ്ടോ? പുത്തൻ മധു കണ്ടാൽ കൊതിക്കാത്ത ഹൃദയമുണ്ടോ? 1 കോടി വരാഹനും നിൽക്കില്ല. ആ വിരിമാറിൽ തലചായ്ക്കാൻ കൊതിച്ചു പോയി ഞാൻ തോഴി. വളരെ മനോഹരമായ വരികളാണ്. സംഭവിച്ച കഥകൾ. അങ്ങനെയൊക്കെ പറഞ്ഞു വിടുമ്പോൾ പോലും ഉപഗുപ്തൻ അതിനെയെല്ലാം ചിരിച്ചുകൊണ്ട് തള്ളും. അവസാനം എപ്പോഴാ കാണുന്നത്? ഏതൊരു കാര്യം കൊണ്ടാണോ വാസവദത്ത അഹങ്കരിച്ചത്, അല്ലെങ്കിൽ ഞാൻ സൗന്ദര്യവതി എന്ന് പറഞ്ഞത്, അതെല്ലാം നഷ്ടപ്പെടും. അവിടെ സ്ഥലങ്ങളിൽ ഛേദിച്ച് ചുടുകാട്ടിൽ ജീവനോടെ എറിയുമ്പോൾ, ആ രക്തം വാർന്ന് മൃതപ്രായമായി കിടക്കുമ്പോൾ ആണ് ഉപഗുപ്തൻ വരുന്നത്. ഇനി എന്തിനെന്നെ കാണണമെന്നൊക്കെ ചോദിച്ച് വളരെ ദേഷ്യവും നിരാശയും സങ്കടവും ഒക്കെ പറയുമ്പോൾ ആണ് അവിടെ ആത്മാവിനെ കുറിച്ച് സംസാരിക്കുന്നത്. ആത്മോപദേശം. ഞാൻ ശരീരമല്ല, ആത്മാവാണ്. അങ്ങനെ ആ ആത്മോപദേശവും കേട്ട് ആണവിടെ ആ ജീവാത്മാവ് അവിടുന്ന് പോകുന്നു. ഇപ്പം ഒരുവന്റെ കർമ്മങ്ങൾ ഭൗതികമായാലും തൻ്റെ സൗന്ദര്യം എന്തിനു വേണ്ടിയിട്ടായിരിക്കണം? അത് ഭഗവാന്റെ സേവനത്തിന് വേണ്ടിയിട്ടായിരിക്കണം. ഒരുവന്റെ സമ്പത്ത് എന്തിനു വേണ്ടിയിട്ടായിരിക്കണം? അത് ഭഗവാന്റെ സേവനത്തിന് വേണ്ടിയിട്ടായിരിക്കണം. അതേപോലെ ഒരു ആധ്യാത്മിക ജീവിതത്തിൽ ഒരുപാട് ഭാഷ്യകാരന്മാരെ നമുക്ക് കാണാൻ സാധിക്കും, പ്രഭാഷകന്മാരെ കാണാൻ സാധിക്കും. ഇവിടെ എല്ലാം അവരോട് ഭഗവാൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും പറയത്തില്ല. ഇന്നലെ ഒരു അനുഭവം ഒരു മാതാജി പറഞ്ഞു, വളരെ രസമാണ്. ഭാഗവതം വായിക്കാൻ പോകും വീടുകളിൽ. അതേസമയം ഭഗവാൻ അങ്ങനൊന്നും ഇല്ല, ഇതൊക്കെ ഒരു വിശ്വാസമാണ് എന്ന് മാത്രം മറ്റൊരു വശത്ത് പറയും. എത്ര വൈരാധ്യാത്മികമായിട്ടുള്ള കാര്യമാണ്.
ഒരുതരം വേശ്യാവൃത്തി. ഭാഗവതത്തെ വിറ്റ് കാശാക്കുക വേശ്യാവൃത്തി എന്ന് പറയും. വേശ്യാസ്ത്രീ ചെയ്യുന്നതിനേക്കാൾ വലിയ ഒരു അപരാധം. ഇതെല്ലാം ആധ്യാത്മിക ജീവിതത്തിൽ നമുക്ക് കണ്ടുവരുന്നതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഗുരുവിനെ സ്വീകരിച്ച് ഭക്തിയുത സേവനവുമായിട്ട് മുന്നോട്ട് പോകുന്നവർക്ക് ജീവിതത്തിൽ ആത്യന്തികമായി രക്ഷപ്പെടാൻ സാധിക്കും. പറയുന്നതെല്ലാം മനസ്സിലാവുന്നുണ്ടോ? ബോറടിക്കുന്നോ? ഇല്ല പ്രഭു, കേൾക്കുന്നുണ്ടല്ലോ. കേൾക്കുന്നുണ്ട്. ഹരേ കൃഷ്ണ. അപ്പോൾ നമുക്ക് ഭാവാർത്ഥത്തിലേക്ക് പോകാം. അപ്പോൾ ഒരുവന് 3 ജന്മം ആവശ്യമാണ്. ആ ഒരു ജന്മം ഫിസിക്കലി നമ്മൾ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്നു. അത് കഴിഞ്ഞ് ദ്വിജന്മം, 2ാമത്തെ ജന്മം ഗുരുദീക്ഷ എടുക്കുന്നു. 3ാമത്തെ ജന്മം ഭഗവാന് നേരിട്ട് സേവനം ചെയ്യാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്ഷേത്ര പൂജാരിമാരൊക്കെ എടുക്കുന്ന ആ ഒരു ജന്മമുണ്ടല്ലോ, ആ ഒരു വീണ്ടും ബ്രാഹ്മണ ദീക്ഷ എടുക്കുന്നു. അപ്പൊ ഇങ്ങനെ 3 ജന്മങ്ങളിലൂടെയാണ് ഒരുവൻ കടന്നു പോകുന്നത്. ഭാവാർത്ഥം ആർക്ക് വായിക്കാൻ പറ്റും? വളരെ വ്യക്തമായിട്ട് വളരെ ഉറച്ചെന്ന് വായിച്ചാട്ട്. ഹരേ കൃഷ്ണ. വായിച്ചോട്ടെ. വായിച്ചോ. ശ്രീല പ്രഭുപാദ കി ജയ്. ഭാവാർത്ഥം. ശുക്രജന്മം എന്ന വാക്കിന്റെ അർത്ഥം ശുക്ലനത്തിലൂടെയാണ് ഉള്ള ജന്മം സ്വീകരിക്കൽ എന്ന. പ്രഭുജി കേൾക്കുന്നില്ലല്ലോ. ഗർഭധാരണ സംസ്കാരം കേൾക്കുന്നില്ലേ? കൃഷ്ണ കേൾക്കുന്നില്ലേ? ഗർഭധാര സംസ്കാരം എന്നൊരു ചടങ്ങുണ്ട്. കേൾക്കുന്നില്ല പ്രഭുജി? ഇപ്പൊ കേൾക്കാം. ഗർഭധാരണ സംസ്കാരം ഉന്നത ജാതിക്കാർക്ക് വേണ്ടി, പ്രത്യേകിച്ചും ബ്രാഹ്മണ ജാതിക്ക് വേണ്ടി ശുപാർശ ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ഉന്നത ജാതികളിൽ ഉള്ളവർ ഗർഭധാരണ സംസ്കാരം ആചരിക്കാത്ത പക്ഷം അവരുടെ കുടുംബത്തിലുള്ളവർ മുഴുവൻ ശൂദ്രന്മാരായി തീരുമെന്ന് വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്നു. കലിയുടെ ഈ യുഗത്തിൽ ഗർഭധാരണ സംസ്കാരത്തിന്റെ അഭാവം മൂലം എല്ലാവരും ശൂദ്രന്മാരാണെന്നും പറഞ്ഞിട്ടുണ്ട്. ഇതാണ് വൈദിക സമ്പ്രദായം. പഞ്ചരാത്രിക സമ്പ്രദായ പ്രകാരം എങ്ങനെ തന്നെയായാലും ഗർഭധാരണ സംസ്കാരത്തിന്റെ അഭാവത്താൽ സർവരും ശൂദ്രന്മാരായി തീരാൻ പോലും ഒരു വ്യക്തിക്ക് കൃഷ്ണാബോധത്തോടെ അല്പമെങ്കിലും ചായ്വുള്ള പക്ഷം അവന് ഭക്തിയുത സേവനത്തിന്റെ അതീന്ദ്രിയ തലത്തിലേക്ക് സ്വയം ഉയരാൻ ഒരവസരം നൽകപ്പെടും. ഞങ്ങളുടെ കൃഷ്ണാവബോധ പ്രസ്ഥാനം ശ്രീല സനാതന ഗോസ്വാമി ഉപദേശിച്ചിട്ടുള്ളതുപോലെ ഈ പഞ്ചരാത്രിക വീതി പിന്തുടർന്നു. സനാതന ഗോസ്വാമി പറയുന്നു, ഒരു മിനിറ്റ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പോൾ ആദ്യത്തെ ജന്മം തന്നെ ശുക്ലസ്കരണത്തിലൂടെ. അപ്പൊ അവിടെ പല രീതിയിൽ നമ്മൾ പലപ്പോഴും ക്ഷേത്രത്തിൽ പോയി പ്രസാദം ഉണ്ടാക്കാറുണ്ട്. അതായത് പ്രസാദം സാധാരണ ക്ഷേത്രത്തിൽ പോയി ഒരു നിവേദ്യം കഴിപ്പിക്കും, തിരുമധുരം കഴിപ്പിക്കും. അതുപോലെ തന്നെ നമ്മൾ പണ്ടൊക്കെ, ഇന്നത് അത്തരം കാര്യങ്ങളുണ്ടോ എന്നറിയില്ല, പുണ്യാഹം തളിക്കും ഇല്ലേ? വീടിനുള്ളിൽ വീട് ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് പുണ്യാഹം തളിക്കും. എങ്ങനെയാണ്? ക്ഷേത്രത്തിൽ പോയി അവിടുന്ന് ജലം പൂജിച്ച് വാങ്ങിച്ചുകൊണ്ട് വരുന്നൊരു പ്രക്രിയ. ശരിയല്ലേ? ആണോ? അല്ലേ? കലശം അല്ലേ? അതെ. തളിക്കും. ഇതെല്ലാം നമ്മൾ വീട്ടിൽ ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിൽ വന്നു കഴിഞ്ഞാൽ അതെല്ലാം നമ്മൾ ഒരുമിച്ച് ചെയ്യുന്നതാണ്.
ഇനി രണ്ടാമത് വേറെന്താ കാര്യം പറയുന്നത്? ഗർഭധാന സംസ്കാരം ഉന്നത ജാതിക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അവിടെ എന്താ പറഞ്ഞത്? ജാതി വ്യവസ്ഥയാണോ പറഞ്ഞത്? നമ്മൾ ബ്രാഹ്മണ സംസ്കാരത്തിലേക്ക് ഉയരണം എന്നർത്ഥം. ഭഗവാന്റെ നാമം ആര് ചൊല്ലുന്നുവോ, ഒരു ഗുരുശിഷ്യ ബന്ധം ആർക്കുണ്ടോ, ഭഗവാന്റെ സേവനം ആര് ചെയ്യുന്നുവോ, ഭഗവാന്റെ വചനങ്ങൾ ആര് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നുവോ, അവൻ ബ്രാഹ്മണൻ. അവൻ ഉന്നതമായി ജീവിച്ചിരിക്കുന്ന ഒരാൾ എന്നർത്ഥം. ആണെങ്കിൽ കൂടി അവൻ ഈ ഗർഭധാന സംസ്കാരം നേരെ ചൊവ്വേ കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിൽ അവനിലും ഗർഭം ഉണ്ടാകുന്നില്ലെങ്കിൽ ഒരു തലമുറ ഉണ്ടാകുന്നത് ശൂദ്രനായിട്ടായിരിക്കും എന്നർത്ഥം. കാര്യം അവന്റെ ശുക്ലത്തെ സമനെ പവിത്രീകരിക്കണം. ആ പവിത്രീകരിക്കുന്ന പ്രക്രിയയാണ് ഇപ്പൊ പുണ്യാഹമാക്കുന്നത് പോലെ, ഒരു ജലത്തെ പുണ്യാഹമാക്കുന്നത് പോലെ, ഒരു ജലത്തെ തീർത്ഥസ്നാനമാക്കുന്നത് പോലെ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ആ സമനെ പവിത്രീകരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് മഹാമന്ത്രജപം, ഗർഭധാന സംസ്കാരം എന്ന് പറയുന്നത്. അപ്പൊ അല്ലെങ്കിൽ എന്ത് ചെയ്യും? ശൂദ്രനായിട്ട് ജനിക്കും. ആക്ച്വലി സ്വാഭാവികമായിട്ടും നമ്മൾ എല്ലാവരും തന്നെ ജന്മനാ ജായതേ, ജന്മം കൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും ശൂദ്രന്മാരായിട്ടാണ് ജനിക്കുന്നത്, അല്ലേ? ആ ശ്ലോകം വരുന്നുണ്ടല്ലോ, ജന്മൻ, ഓർമ്മയുണ്ടോ? എന്തോ? എല്ലാവരും ശൂദ്രന്മാരായിട്ടാണ്, അറിവില്ലാത്തവരായിട്ടാണ് ജനിക്കുന്നത്. ജന്മനാ ജായതേ ശൂദ്ര, എല്ലാവരും ശൂദ്രന്മാരായിട്ടാണ് ജനിക്കുന്നത്. അതായത് ഒന്നുകൂടെ നമ്മൾ ചിന്തിച്ചു നോക്കൂ. നില നമ്മൾ പറഞ്ഞു, ഒരു ഗർഭാവസ്ഥ എങ്ങനെയായിരിക്കും എന്നുള്ളത്. മലിനജനത്തിൽ നിന്നാണ് ഒരു കുഞ്ഞിന്റെ ജനനം. അപ്പം അഴുക്കിൽ നിന്നാണ് ജനിച്ചിരിക്കുന്നത്. അപ്പം ശൂദ്രനായിട്ട് തന്നെയാണ് ജനിക്കുന്നത്. പിന്നെ അവന്റെ സംസ്കാര കർമ്മങ്ങളിലൂടെയാണ് അവൻ വീണ്ടും ഉയർത്തപ്പെടുന്നത്. ആ ഉയർത്തപ്പെടുന്നതിനെയാണ് ബ്രാഹ്മണ സംസ്കാരം എന്ന് പറഞ്ഞാൽ, ആധ്യാത്മിക സംസ്കാരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആര്യൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു തലത്തിലൂടെ നമ്മൾ കൊണ്ടുപോകണം. അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് സനാതന ഗോസ്വാമി പറയുന്നു. വായിച്ചു. മറ്റാർക്കെങ്കിലും വായിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വായിക്കാം. വായിച്ചു. ഹരേ കൃഷ്ണ. യഥാ കാഞ്ചന താം യാതി കാംസ്യാം രസവിധാനതഃ തദാ ദീക്ഷാവിധാനേന ദ്വിജത്വം ജായതേ നൃണാം. പിച്ചളയെ രസവുമായി മിശ്രണം ചെയ്ത് സ്വർണമായി രൂപാന്തരപ്പെടുത്തുന്നത് പോലെ ഒരു വ്യക്തി ശുദ്ധ സ്വർണമല്ലെങ്കിലും ദീക്ഷ സ്വീകരണ പ്രക്രിയയിലൂടെ അവനെ ഒരു ബ്രാഹ്മണൻ അഥവാ ദ്വിജൻ ആക്കി മാറ്റാൻ കഴിയും. ഹരിഭക്തി വിലാസം 2:12 പറയുന്നു. അങ്ങനെ ഉത്തമനായ ഒരു വ്യക്തിയിലൂടെ ഉപക്രമിക്കപ്പെടുന്ന ഒരുവനെ അപ്പോൾ മുതൽ ദ്വിജനായി അംഗീകരിക്കാം. അതിനാൽ ഞങ്ങളുടെ കൃഷ്ണാവബോധ പ്രസ്ഥാനത്തിൽ ഞങ്ങൾ ശിഷ്യന് പ്രഥമ ദീക്ഷ നൽകിയതിനു ശേഷം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുവാൻ അനുവാദം നൽകുന്നു. പതിവായി ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കുകയും ക്രമീകൃത തത്വങ്ങൾ പിന്തുടരുകയും ചെയ്യുന്ന വ്യക്തി ബ്രാഹ്മണ ദീക്ഷ സ്വീകരിക്കാൻ യോഗ്യനായിത്തീരുന്നു. ഇതിനെ യജ്ഞൈക ജന്മം എന്ന് വിളിക്കുന്നു. യോഗ്യതയില്ലാത്ത ബ്രാഹ്മണൻ വിഷ്ണു ഭഗവാനെ ആരാധിക്കാൻ അനുവദിക്കപ്പെടില്ല. ഞങ്ങളുടെ കൃഷ്ണാവബോധ സമിതിയിൽ 2 തവണ ദീക്ഷ എടുക്കാത്ത ആദ്യം ഹരേ കൃഷ്ണ മന്ത്രജപവും രണ്ടാമത് ഗായത്രി മന്ത്രജപവും ഒരുവനെ പാചകശാലയിലോ വിഗ്രഹം പ്രതിഷ്ഠിച്ചിട്ടുള്ള മുറിയിലോ പ്രവേശിപ്പിച്ച് ചുമതലകൾ നിർവഹിക്കാൻ അനുവദിക്കില്ല. എന്തുതന്നെയായാലും ഒരുവൻ വിഗ്രഹാരാധനയുടെ തലത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ അവന്റെ മുൻജന്മം പ്രശ്നമല്ല. ഹരേ കൃഷ്ണ. അടുത്ത ഒരു മിനിറ്റ്. അപ്പം ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിന്റെ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു
ഈ ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാം ഹരേ കൃഷ്ണ പ്രസ്ഥാനം അല്ലെങ്കിൽ അഥവാ ഇസ്കോൺ വെറുതെ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കി വച്ചിരിക്കുന്നതല്ല. ഇതെല്ലാം ഭാഗവത വിധിയിലാണ്, ഭാഗവത സമ്പ്രദായമാണ്. മറ്റു തരത്തിൽ പറഞ്ഞാൽ ഹരേ കൃഷ്ണ പ്രസ്ഥാനം അല്ലെങ്കിൽ ഇസ്കോൺ സമ്പ്രദായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗവത സമ്പ്രദായമാണ്. ഒന്നുകൂടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നുകൂടെ മനസ്സിലാക്കുന്ന രീതി പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കെല്ലാം ജീവിതത്തിൽ പ്രായോഗികമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സമ്പ്രദായമാണ് ഹരേകൃഷ്ണ പ്രസ്ഥാനം എടുത്തിട്ടുള്ളത്. അതാണ് മറ്റുള്ള സമ്പ്രദായങ്ങളിൽ നിന്നുള്ളതെല്ലാം വ്യത്യാസം. മധ്വ ഗൗഡീയ സമ്പ്രദായം അതാണ്. മധ്വാചാര്യര്, രാമാനുജാചാര്യര്, അങ്ങനെ ഗുരുക്കന്മാരുണ്ട്. ഇപ്പൊ രാമാനുജാചാര്യരുടെയാണ് ശ്രീ സമ്പ്രദായം. ഇതെല്ലാം വൈഷ്ണവ സമ്പ്രദായങ്ങളാണ്. കുറച്ചും കൂടി ലിബറലായിട്ട് ഇത്തിരി കൂടി എളുപ്പപ്പെട്ട ഒരു സമ്പ്രദായമാണ് മധ്വഗൗഡീയ സമ്പ്രദായം, മധ്വാചാര്യര്. അതാണ് മഹാപ്രഭു അഡോപ്റ്റ് ചെയ്തത്. ഇതിന്റെ മഹാപ്രഭു അഡോപ്റ്റ് ചെയ്തതും മഹാപ്രഭുവിന്റെ ശിഷ്യന്മാർ അത് കൊണ്ട് നടക്കുന്നു. അപ്പൊ ഇവിടെ എല്ലാം ഭാഗവതം. ഇപ്പം പണ്ടുള്ളവര്, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഭാഗവതം സുപരിചിതമാണ്, രാമായണം സുപരിചിതമാണ്. ഭഗവത്ഗീത മാത്രമേ ഉള്ളൂ എല്ലാവരും ഒന്നും വായിക്കുക. അത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന നമ്മുടെ നാട്ടു നടപ്പ് സംസാരം. അതുകൊണ്ട് ഈ വലിയ ആൾക്കാർ ഭഗവത്ഗീത അങ്ങോട്ടങ്ങ് അത്ര അങ്ങ് വായിക്കാറില്ല. ശരിയല്ലേ? ആണോ അല്ലേ? ആണോ അല്ലേ? ശരിയല്ലേ ഞാൻ പറയുന്നത്? അതെ. അല്ല പ്രഭു, റിട്ടയർഡ് ആൾക്കാർ വരെ ഭഗവത്ഗീത പഠിക്കുന്നുണ്ട് ഇപ്പൊ. അല്ല പ്രഭു, ഒരു മിനിറ്റ്. ഞാൻ പറഞ്ഞ കേരളത്തിലെ സാധാരണഗതിയിലുള്ള നാട്ടു നടപ്പാണ്. ഹരികൃഷ്ണ പ്രസ്ഥാനത്തിന്റെ രീതിയിലുള്ളതല്ല, ആ സർക്കിൾ വന്നിട്ടുള്ളതല്ല. ഒരു ലോക്കൽ, ഒരു സാധാരണ ഒരു മനുഷ്യൻ, ശരാശരി ഒരു മനുഷ്യൻ കേരളത്തെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെയാണ്, നോക്കൂ, ഒന്ന് ചോദിച്ചു നോക്കൂ, രാമായണം വായിക്കാറുണ്ടോ? രാമായണം ഉണ്ട്, വായിച്ചിട്ടുണ്ട്. ഭാഗവതം വായിക്കാറുണ്ടോ? ഭാഗവതം വായിച്ചിട്ടുണ്ട്. ഭഗവത്ഗീത വായിച്ചിട്ടുണ്ടോ? ഇല്ല. നമ്മളൊരു സെൻസസ്, അതിനെപ്പറ്റി ഒരു സെൻസസ് എടുത്തു കഴിഞ്ഞാൽ ഭഗവത്ഗീത വായിക്കുന്നത് വലിയ ആൾക്കാർ വളരെ കുറവായിരിക്കും. പ്രഭു പറഞ്ഞത് ഒരു എക്സംഷൻ കാര്യങ്ങൾ. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതേസമയം ഭഗവത്ഗീതയാണ് ആദ്യം വായിച്ചു പഠിക്കേണ്ടത്. കാര്യം ഒരു ബിരുദ പഠനവും ഭഗവത്ഗീതയും, ബിരുദാനന്തര ബിരുദം പഠനമാണ് ഭാഗവതവുമായിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ പറയുന്നു, ഒരു പിച്ചളയെ രസവുമായി മിശ്രണം ചെയ്ത് സ്വർണമാക്കി മാറ്റുന്നത് പോലെയാണ് ഒരു ഗുരുശിഷ്യ ബന്ധത്തിലൂടെ, ഭാഗവത പഠനത്തിലൂടെ, ഭഗവത്ഗീത പഠനത്തിലൂടെ, അതിൻ്റെ പ്രായോഗിക തലത്തിലൂടെ പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ജീവിതത്തിലെ മാറ്റങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ മാറി നമ്മൾ ഒരു പ്യൂരിഫിക്കേഷൻ, അതായത് നമ്മൾ ശുദ്ധമായി തീരുമ്പോൾ മാത്രമേ നമുക്ക് ഭഗവാന് നിവേദിക്കാനുള്ള ഭോജ്യങ്ങൾ ഉണ്ടാക്കാൻ, നിവേദ്യം ഉണ്ടാക്കാനുള്ള അർഹത ഉണ്ടാകുന്നുള്ളൂ എന്നർത്ഥം. കാര്യം പരിശുദ്ധമായ മനസ്സോടുകൂടി മാത്രമേ ഭഗവാന് നിവേദ്യം ഉണ്ടാക്കാവൂ. നമ്മളാരും ശബരിയല്ല, നമ്മളാരും വിതുരാണിയുമല്ല. മനസ്സിലാവുന്നുണ്ടോ? നമ്മളാരും ശബരിയല്ല, നമ്മളാരും വിതുരാണിയല്ല. ശബരിയുടെയും വിതുരാണിയെ കഥ അറിയാം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ നിഷ്കളങ്കരായ ഭക്തരായിരുന്നു. അത്തരം നിഷ്കളങ്കതയൊന്നും എനിക്കില്ല. പൊള്യൂറ്റഡ് മൈൻഡാണ്. അപ്പം അങ്ങനെ അടുത്ത ശ്ലോകത്തിലോട്ട് പോവുകയാണ്. ശ്രദ്ധിക്കണം. അപ്പം നേരത്തെ ഒരു പക്ഷേ ആർക്കെങ്കിലുമൊക്കെ സംശയം ഉണ്ടായി കാണാം. ഒരു ജാതി വ്യവസ്ഥ ഇവിടെ പറഞ്ഞിരുന്നു, ബ്രാഹ്മണ അവസ്ഥ. അപ്പൊ ഞാൻ അതിനെപ്പറ്റി വീണ്ടും പറഞ്ഞു. ഒരു ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറയുന്നെങ്കിൽ പോലും ആരുടെയെങ്കിലുമൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു ബ്രാഹ്മണിക്കൽ കൾച്ചർ എന്ന് പറയുമ്പോൾ ഒരു സംശയം ഉണ്ടാകാം. അടുത്ത ശ്ലോകത്തിലൂടെ അതും നമുക്ക് തീർക്കാൻ പറ്റും. വായിച്ചു. ഹരേ കൃഷ്ണ. ചണ്ഡാളോപി ദ്വിജാശ്രേഷ്ഠോ ഹരിഭക്തി പരായണഃ ഹരിഭക്തി വിഹീനശ്ച ദ്വിജോപി സ്വപചാതമാം. ഒരുവൻ ചണ്ഡാള കുടുംബത്തിൽ ജനിച്ചവനാണെങ്കിലും ഭഗവാന്റെ ഭക്തിയുത സേവനത്തിൽ മുഴുകുന്ന പക്ഷം അവൻ ബ്രാഹ്മണരിൽ ശ്രേഷ്ഠനായിത്തീരും. പക്ഷെ ഒരു ബ്രാഹ്മണനാണെങ്കിലും ഭക്തിയുത സേവനം അനുഷ്ഠിക്കാത്ത പക്ഷം അവൻ സ്വമാംസം ഭക്ഷിക്കുന്നവരുടെ തലത്തിലേക്ക് അധംപതിക്കും.
ഒരു വ്യക്തി ഭക്തിയുടെ സേവനത്തിൽ പുരോഗതി നേടുന്ന പക്ഷം ചണ്ടാള കുടുംബത്തിൽ ജനിച്ചവനായാലും പ്രശ്നമില്ല, അവൻ പരിശുദ്ധനായി തീരും. ശ്രീ പ്രഹ്ലാദ മഹാരാജാവ് പറഞ്ഞതുപോലെ. ശ്ലോകം വായിക്കണ ഒരു മിനിറ്റ്. ഇവിടെ നോക്കൂ, എത്ര കൃത്യമായിട്ടാണ് ഭാഗവതം നമുക്ക് പറഞ്ഞു തരുന്നത്. ഒരുവൻ നായമാംസം കഴിക്കുന്നവനാണെങ്കിൽ പോലും അവൻ ഭക്തിയുത സേവനത്തിൽ അങ്ങേയറ്റം ശ്രദ്ധ കൊടുക്കുന്നവനാണെങ്കിൽ അവൻ ബ്രാഹ്മണ തലത്തിലേക്ക് ഉയർത്തും. അവനെ വെറും ചണ്ടാളനായിട്ട് കാണുന്നില്ല, അവൻ ബ്രാഹ്മണനായിട്ട് അവനെ കാണണം. കാര്യം അവൻ പടിപടിയായിട്ട് ഉയർന്നു വരുന്നവനാണ്. അതേസമയം സ്നേഹ അഭിക്രമനാശോസ്തി ശുചീനാം, നമ്മുടെ ഭഗവത്ഗീത പറയുന്നുണ്ടല്ലോ, ശ്രീമതാം ഗേഹേ, ഇല്ലേ? ഒരു ശ്ലോകം വരുന്നുണ്ടല്ലോ. ഏതാ ശ്ലോകം വരുന്നത്? അർജുനൻ ചോദിക്കുന്നുണ്ട്, ഭക്തിയുത സേവനത്തിന്റെ മുന്നോട്ടുള്ള പോക്കിൽ നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അവരുടെ സ്ഥിതി എന്തായിരിക്കും? പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ശുചീനാം ഗേഹേ. 6:41 വായിച്ചാട്ട്. 6:41 ഭഗവത്ഗീത 6:41. പ്രാപ്യ പുണ്യകൃതാം ലോകാൻ. വായിക്കട്ടെ പ്രഭു? വായിച്ചാട്ടെ. പ്രാപ്യ പുണ്യകൃതാം ലോകാൻ ഋഷിത്വാ ശാശ്വതി സമാഹ ശുചീനാം ശ്രീമതാം ഗേഹേ യോഗഭ്രഷ്ടോഭിജായതേ. ട്രാൻസ്ലേഷൻ ഒന്ന് വായിച്ചാട്ടെ. ഹരേ കൃഷ്ണ. അങ്ങനെ യോഗത്തിൽ പരാജിതനാകുന്നയാൾ പുണ്യം ചെയ്തവർക്കായുള്ള ഉപരിലോകങ്ങളിൽ ആനന്ദം അനുഭവിച്ചുകൊണ്ട് അസംഖ്യം സംവത്സരങ്ങൾ വാണതിനു ശേഷം നീതിനിഷ്ഠയുള്ള പുണ്യാത്മാക്കളുടെയോ ധനികരുടെയോ കുടുംബങ്ങളിൽ വീണ്ടും പിറക്കുന്നു. ഹരേ കൃഷ്ണ. അപ്പൊ എന്ത് ചെയ്യും? പടിപടിയായിട്ട് ഉയരും എന്നർത്ഥം. അപ്പൊ അങ്ങനെ അതേസമയം അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ആ കുടുംബത്തിൽ വന്നതിന് ശേഷം വീണ്ടും ഭക്തിയുത സേവനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവൻ വീണ്ടും എങ്ങോട്ട് വീഴും? അവൻ വീണ്ടും തത്വത്തിൽ, ടെക്നിക്കലി, ഇൻ പ്രിൻസിപ്പിൾ അവൻ ചണ്ടാളനാണ്. എത്രയോ ബ്രാഹ്മണ കുടുംബത്തിൽ അങ്ങനെ സംഭവിക്കുന്നുണ്ട്. ഇതിന്റെ എല്ലാം പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുലത്തിന്റെ പ്രശ്നമല്ല, അസോസിയേഷന്റെ പ്രശ്നമാണ്. അവൻ പുറത്ത് പഠിക്കാൻ പോകുമ്പം അവൻ കാണുന്ന സമൂഹം മറ്റൊരു സംസ്കാരത്തിലുള്ളവരായിരിക്കും. അപ്പം വൈദിക വിദ്യാഭ്യാസം ഉണ്ടാകാത്ത ആ കുലത്തിൽ ജനിച്ചിട്ട് കാര്യമില്ല, വൈദിക വിദ്യാഭ്യാസം ഉണ്ടാകണം, ഒരു ഗുരുശിഷ്യ ബന്ധം ഉണ്ടാകണം, ഭഗവത്ഗീത ഭാഗവതം പഠിക്കണം, വായിക്കണം. അത് വായിക്കാത്ത ഒരുവൻ പുറത്തോട്ട് പോകുമ്പോൾ അവൻ മറ്റൊരു ലോകത്തിലേക്ക് ട്രെയിനിങ് കിട്ടും, മറ്റൊരു ലോകത്തിന്റെ ട്രെയിനിങ് കിട്ടും. അവിടെ മാംസം, ഡ്രഗ്സ്, മദ്യം, മാംസം, പിന്നെന്താണ്? മദിരാക്ഷി. ഈ 3 കാര്യങ്ങളിൽ അവൻ ആകർഷിക്കപ്പെടും. അങ്ങനെ അവൻ വീണ്ടും ചണ്ടാളനായി തീരുകയും ആ കുലം നശിക്കുകയും ചെയ്യും. എത്രയോ നല്ല കുടുംബങ്ങൾ, അവരുടെ മക്കൾ നശിച്ചിട്ടുണ്ട്. അങ്ങനെ ആ നാശം കണ്ടിട്ട് എത്രയോ മാതാപിതാക്കൾ കണ്ണുനീർ വാർത്ത് മരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഭാഗവത ധർമ്മത്തെ ഹരേ കൃഷ്ണ പ്രസ്ഥാനം ലോകമെമ്പാടും പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയും ഇത്തരം കുടുംബയോഗങ്ങൾ നമുക്കുണ്ടാവുകയും ചെയ്യുന്നു. നമ്മൾ ഒരുപക്ഷെ ഇന്ന് വളരെ നിസ്സാരമായിട്ട് ഇതിനെ കാണും. പക്ഷേ നാളെ നമ്മൾ വീണ്ടും ചിന്തിക്കും, എൻ്റെ കുട്ടിക്ക് അന്ന് ഇത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുമായിരുന്നെങ്കിൽ അവൻ എത്രയോ ഉയർത്തപ്പെട്ടവനായേനെ. ഇന്ന് എത്രയോ അവൻ താഴ്ന്നു നിൽക്കുന്നു. ആ ഒരു സ്വയം കുറ്റബോധം നമുക്കുണ്ടാകാതിരിക്കാൻ, അനുഭവങ്ങളിലൂടെയാണ് പറയുന്നത്, ഉണ്ടാകാതിരിക്കാൻ ഈ ഒരു ധർമ്മത്തെ നമ്മൾ 2 കൈയും നീട്ടി സ്വീകരിക്കുക തന്നെ വേണം. ഹരേ കൃഷ്ണ. വായിച്ചോളൂ അടുത്ത ട്രാൻസ്ലേഷൻ. ഹരേ കൃഷ്ണ. വിപ്രാദിശത് ഗുണയുതാത് അരവിന്ദനാഭപാദാരവിന്ദ വിമഹാത് ചാപചം പരിഷ്ടം ഭാഗവതം 7:9-10 പറയുന്നു. ഒരുവൻ എല്ലാ ബ്രാഹ്മണീയ യോഗ്യതകളുമുള്ള
ബ്രാഹ്മണനാണെങ്കിലും പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ ആരാധിക്കുന്നതിൽ വി വിമുഖനാണെങ്കിൽ അവനെ അധമനായി പരിഗണിക്കും. പക്ഷെ ഒരു വ്യക്തി ഭഗവാന്റെ സേവനത്തിൽ ആസക്തനാകുന്ന പക്ഷം ചണ്ടാള കുടുംബത്തിൽ ജനിച്ചവനാണെങ്കിലും അവൻ മഹത്വമുള്ളവനായി തീരും. തീർച്ചയായും അത്തരമൊരു ചണ്ടാളനെ അവനെ മാത്രമല്ല അവന്റെ കുടുംബത്തിന്റെ പിന്തുടർച്ചക്കാരെ മുഴുവൻ മോചിപ്പിക്കാൻ കഴിയും. ഭക്തിയുത സേവനമില്ലാതെ അഭിമാനിയായ ഒരു ബ്രാഹ്മണന് പോലും സ്വയം മോചിപ്പിക്കാൻ കഴിയില്ല. പിന്നെ അവന്റെ കുടുംബത്തെ പറ്റി എന്തു പറയാൻ? ഒരു ബ്രാഹ്മണൻ പോലും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും മ്ലേച്ഛനും അല്ലെങ്കിൽ ആബ്രാഹ്മണനുമായി മാറുന്ന നിരവധി സംഭവങ്ങൾ ശാസ്ത്രങ്ങളിൽ കാണാൻ കഴിയും. അതുപോലെ ക്ഷത്രിയനായോ വൈശ്യനായോ അതിലും താഴ്ന്നവനായോ ജനിച്ച ഒരുവൻ അവന്റെ 18-ാം വയസ്സിൽ ഉപക്രമ പ്രക്രിയയിലൂടെ ബ്രാഹ്മണീയ തലത്തിലേക്ക് ഉയർത്തപ്പെടുന്ന അനവധി സംഭവങ്ങളുണ്ട് ശാസ്ത്രങ്ങളിൽ. അതിനാൽ നാരദ മുനി പറയുന്നു, ലക്ഷണം പ്രോക്തം പുംസോ വർണ്ണാഭിവ്യഞ്ജകം യത് അന്യത്രാപി ദൃശ്യേത് തത് തേനൈവ വിനിർദിശേത്. ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് മാത്രം ഒരു വ്യക്തി യാന്ത്രികമായി ബ്രാഹ്മണനാകുമെന്ന് പറയുന്നത് ശരിയല്ല. അവന് ബ്രാഹ്മണനായി തീരാനുള്ള നല്ല അവസരമുണ്ട്. പക്ഷെ എല്ലാ ബ്രാഹ്മണീയ യോഗ്യതകളും നേടാതെ അവനെ ബ്രാഹ്മണനായി അംഗീകരിക്കില്ല. നേരെ മറിച്ച് ബ്രാഹ്മണീയ യോഗ്യതകൾ ഒരു ശൂദ്രനിൽ കണ്ടാലും അവനെ അപ്പോൾ തന്നെ ഒരു ബ്രാഹ്മണനായി അംഗീകരിക്കും. ഇത് സ്ഥാപിക്കാൻ ഭാഗവതം, മഹാഭാരതം, ഭരദ്വാജ സംഹിത, പഞ്ചരാത്രം മുതലായ ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള ധാരാളം ഉദ്ധരണികളുണ്ട്. ദേവന്മാരിൽ ഒരു മിനിറ്റ്. അതുകൊണ്ടാണ് ശീല പ്രഭുപാദര് എവിടെ ബ്രാഹ്മണ എന്ന് വാക്ക് ഉപയോഗിക്കുമ്പോഴെല്ലാം അതിന് തൊട്ട് മുമ്പ് ഒരു വേർഡ് യൂസ് ചെയ്യാറുണ്ട്. പറയാൻ പറ്റുമോ? ശീല പ്രഭുപാദര് തന്റെ ട്രാൻസ്ലേഷനിൽ ബ്രാഹ്മണ എന്ന് എഴുതുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു വാക്ക് കൂടി ഉപയോഗിക്കാറുണ്ട്. എന്തോ? ഗോബ്രാഹ്മണ എന്നാണോ? ലേണ്ട് ബ്രാഹ്മണ. ബ്രാഹ്മണ കുലത്തിൽ അവൻ്റെ ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയാണ്. അതേസമയം ആ ഒരു സംസ്കാരത്തിലൂടെ അധ്യയനത്തിലൂടെ ഉയർന്നു വന്ന ബ്രാഹ്മണനെയാണ് യഥാർത്ഥത്തിൽ ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. മറ്റേത് ബ്രാഹ്മണ ബന്ധുവേ ആകുന്നുള്ളൂ, ദ്വിജബന്ധുവേ ആകുന്നുള്ളൂ. അതുകൊണ്ട് ശിലപ്രഭുപാദർ എടുത്തു പറയും ലേണ്ട് ബ്രാഹ്മണ. വായിച്ചോളൂ മാതി. ദേവന്മാരിൽ ബ്രഹ്മദേവന്റെ ആയുസ് സംബന്ധിച്ച് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. സഹസ്രയുഗ പര്യന്തം അഹർ യത് ബ്രഹ്മണോ വിദുഹു രാത്രിം യുഗ സഹസ്രാന്താം തേ ഹോ രാത്രവിദോ ജനാഹ. 8:17 നമ്മൾ ഈ യുഗങ്ങളുടെയും കാലങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ഒരിക്കൽ പറയുകയുണ്ടായി. ഒന്നുകൂടെ അത് ഓർമ്മിക്കണം, എഴുതി വച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് അങ്ങനെ നമ്മൾ പോകുന്നു. ബ്രഹ്മാവിന്റെ ഒരു പകൽ 4 യുഗങ്ങളുടെ സഞ്ചയമായ 4,32,00,000 വർഷങ്ങളുടെ 1000 മടങ്ങ് അധികമാണ്. അതുപോലെ ബ്രഹ്മാവിന്റെ ഒരു രാത്രിയും അത്തരം പകലിരവുകളുള്ള ഒരു 100 വർഷം ബ്രഹ്മാവ് ജീവിക്കും. ഒരുവന് സുദീർഘമായ ആയുഷ്കാലം ലഭിച്ചാലും അവൻ ഭക്തനല്ലാത്ത പക്ഷം അത് ഉപയോഗശൂന്യമാണെന്ന് സൂചിപ്പിക്കുന്നതാണ്. വിബുധായുഷ എന്ന പദം പരമോന്നതനായ ഭഗവാന്റെ ശാശ്വത സേവകനാണ് ജീവസത്ത. അവൻ ഭക്തിയുത സേവനത്തിന്റെ തലത്തിലേക്ക് വരാത്ത പക്ഷം അവന്റെ ആയുസ്സും സജ്ജന്മവും മഹനീയ കർമ്മങ്ങളുമെല്ലാം വൃഥാവിലാകും. നേരത്തെ ഞാൻ ധ്യാന ശ്ലോകത്തിൽ നിന്ന് പറഞ്ഞു, ദാസോഹം തവ കേശവ സംസാര സാഗരീയമഗ്നം ദീനം മാം കരുണാദിദ്യ കർമ്മഗ്രാഹൃഗീതാംഗമം ഉദ്ധാർവാർണവ ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേവകെ സ്വീകൃതോസ്യ മയാനാഥ മുക്തത്വം ഭവസാഗരേ മനോരഥോ മതിയോയം സർവദാ സവരസ്ത്വയ നിർവിഘ്നേ നൈവ കർത്തവ്യം ദാസോഹം തവ കേശവ. നമ്മൾ ഭഗവാന്റെ ദാസന്മാരാണെന്നുള്ള ഓർമ്മ എപ്പോഴും ഉണ്ടാകണം. ഭഗവാന്റെ ഭക്തിയുത സേവനത്തിലായിരിക്കണം നമ്മുടെ ഇതം പ്രഥമമായ ദൃഷ്ടി, ലക്ഷ്യം. ആ ഭക്തിയുത സേവനത്തിന് വേണ്ടിയിട്ടായിരിക്കണം ബാക്കിയുള്ള എല്ലാ കർമ്മങ്ങളും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെ ഭക്തിയുത സേവനത്തുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കാത്തിടത്തോളം കാലം നമ്മൾ ഈ ജന്മത്തിൽ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും കഴുത ചുമടെടുക്കുന്നത് പോലെ ആയിരിക്കും. വാഞ്ചാകൽപതരൂപ്യ കൃപാസിന്ധൂപ്യവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും സാക്ഷാത് ശ്രീകൃഷ്ണ ഭഗവാന്റെ ഗുരുവിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ പ്രാർത്ഥിക്കാം.
ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്ന മറ്റൊരു കാര്യം ഞാൻ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളത്, എല്ലാവരും ഭഗവാനുമായിട്ട് നല്ല രീതിയിൽ കണക്റ്റഡ് ആണ്. ആ കണക്റ്റ് ആവാൻ ഇവിടെ കൂടിയിരിക്കുന്ന സീനിയർ ഭക്തന്മാര്, ആദികർത്ത പ്രഭു ആണെങ്കിലും ഗോവിന്ദരാജ പ്രഭു ആണെങ്കിലും ഒക്കെ വളരെയധികം ഇനിഷ്യേറ്റ് എടുത്തിട്ട് ഗുരു ശിഷ്യ സമ്പ്രദായം എത്രത്തോളം അത് പ്രായോഗികമാക്കുന്നോ അത്രത്തോളം അവര് പല രീതിയിൽ ചെയ്യുന്നുണ്ട്. ശ്രദ്ധാവാൻ, ഷെൽട്ടർ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് മനസ്സിലാക്കുന്നുണ്ട്. ഇതൊക്കെ ഒരുവന്റെ ജീവിതത്തെ ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയയാണ്. അതിനെ 2 കൈയും നീട്ടി സ്വീകരിക്കുക, ഇതൊക്കെ നമുക്ക് കിട്ടിയ മഹാഭാഗ്യമാണെന്ന് ചിന്തിക്കാം. ജീവിതത്തിൽ അങ്ങനെ നമ്മുടെ തലമുറ നമ്മളോ ഇങ്ങനെയൊക്കെ ആയിപ്പോയി, നമ്മളോ ഇങ്ങനെയൊക്കെ ആയിപ്പോയി. ഈ പ്രായത്തിലാണ് ഇതെല്ലാം കേൾക്കുന്നത്. ഞാൻ ഉൾപ്പെടെയുള്ള കാര്യം പറയാം. പക്ഷെ എൻ്റെ തലമുറയെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ. എന്തെങ്കിലും പറയാനുണ്ടോ? ഒബ്ജക്ഷൻ യുവർ ഓണർ. ബോറടിച്ചോ? ഹരേ കൃഷ്ണ, പറയൂ. നല്ല ക്ലാസ് ആയിരുന്നു പ്രഭുജി, നല്ല ക്ലാസ് ആയിരുന്നു. ഹരേ കൃഷ്ണ. ഞാൻ വായിച്ചതേ ഉള്ളൂ പ്രഭുപാദരുടെ ശ്ലോകവും. അത് ഞാൻ വായിച്ചതുമില്ല, വായിച്ചത് മാതാജിയാണ്. പറഞ്ഞോളൂ. പ്രഭുജിയുടെ ക്ലാസ്സിന് സമയം പോകുന്നേ അറിയത്തില്ല, പെട്ടെന്ന് സമയം